എന്ത് ചെയ്യില്ല എന്ന് പറഞ്ഞോ അതന്നെ ചെയ്തിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ്. ഇതൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ടെസ്ല കമ്പനി നാളെ ഒരു ഡീസൽ എഞ്ചിന്റെ കാർ ഇറക്കിയ എങ്ങനെ ഇരിക്കും, അതുപോലത്തെ കാര്യമാണ് ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ചെയ്തിരിക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് ഒരു OTT പ്ലാറ്റ്ഫോം ഇത്രയും പോപ്പുലർ ആക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നത് സിനിമ തിയേറ്റർ ഓണേഴ്സിനാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, എല്ലാ ലോകത്തുള്ള എല്ലാ വലിയ വലിയ സിനിമ ചെയിൻസ് വരെ അടച്ച് പൂട്ടേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ഈ ചെറിയ ഡയറക്ടർമാരൊക്കെ ആണെങ്കിൽ അവർ ഓക്കെയാണ് ഈ നെറ്റ്ഫ്ലിക്സിലേക്ക് ഡയറക്ടർ റിലീസിനൊക്കെ. പക്ഷെ ഈ വലിയ വലിയ ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ നോലനും സ്കോർസേസിയും അങ്ങനത്തെ ഉള്ള ആൾക്കാരിനൊക്കെ ഈ OTTയിലേക്ക് റിലീസ് ചെയ്യാൻ കൊണ്ടുവരാൻ കുറച്ച് പണി തന്നെയാണ്. അതുകൊണ്ട് എന്താണ് നെറ്റ്ഫ്ലിക്സിനും ഇത്ര വലിയ സിനിമകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നോലനൊക്കെ സിനിമ എടുക്കുന്ന തന്നെ IMAX ക്യാമറയിലാണ്. ആ IMAX ക്യാമറയിൽ എടുത്ത സാധനം ഈ മൊബൈലിൽ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് അത് വേസ്റ്റ് ആയില്ല, ചെയ്തത് മൊത്തം അവർ വേസ്റ്റ് ആയില്ലേ. അവർ പറയുന്നതിൽ ലോജിക് ഉണ്ട്. നോലൻ വാർണർ ബ്രോസ് ആയിട്ട് അടിച്ച് പിരിയാൻ കാരണം തന്നെ ഈ ഒറ്റ കാരണമാണ്. ഇപ്പൊ പുതിയ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രെറ്റ ഗെർവിഗ് ഉണ്ടല്ലോ, ബാർബിയൊക്കെ എടുത്ത പുള്ളിക്കാരി നാർണിയനെ ഒന്ന് റീമേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നെറ്റ്ഫ്ലിക്സ് ഇപ്പൊ പുതിയൊരു സ്ട്രാറ്റജി പരീക്ഷിക്കുകയാണ്. 4 ആഴ്ച സിനിമാ തിയേറ്ററിൽ ഓടട്ടെ, 1000 IMAX സ്ക്രീനിലും ബാക്കിയുള്ള സിനിമാ തിയേറ്ററിലൊക്കെ സിനിമ ഓടട്ടെ, അതിനുശേഷം 4 ആഴ്ച കഴിഞ്ഞിട്ട് മതി നെറ്റ്ഫ്ലിക്സിലേക്ക് വരുന്നത് എന്ന് നെറ്റ്ഫ്ലിക്സുകാരനെ പറഞ്ഞിട്ടുണ്ട്. ഇവർ ഇത്രയും കാലം ഇതിനെ എതിർത്ത ആൾക്കാരായിരുന്നു. ഇപ്പൊ അവസാനം ഒരു വഴിയില്ലാണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത്.